ജനാധിപത്യം മഹത്തായ ഒരാശയമാണ്. അത് ഉദാത്തമാകണമെങ്കിൽ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്തെ സിവിൽ സമൂഹം ഉണരണം. സിവിൽ സമൂഹം ഉണരണമെങ്കിൽ ആ സമൂഹത്തിലെ രചനാത്മകമായ ന്യൂനപക്ഷം അതിന് നേതൃത്വം നൽകണം. ഇത് അർണോൾഡ് ടോയിൻബി പറഞ്ഞ വാക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിയേറ്റീവ് മൈനോറിറ്റി. ലോകത്ത് ഒരുപാട് സംസ്കാരങ്ങളുണ്ടായി. പല സംസ്കാരങ്ങളും വിസ്മൃതിയിലാണ്ടപ്പോൾ ചില സംസ്കാരങ്ങൾ കാലത്തെ അതിജീവിച്ച് നിലനിന്നു. അതിലൊരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. അങ്ങനെ നിലനിന്ന സംസ്കാരങ്ങൾ നിലനിൽക്കാൻ കാരണമെന്താണ് എന്നുള്ളതിൻ്റെ അന്വേഷണത്തിൻ്റെ അവസാനം ടോയിൻബി എത്തിച്ചേർന്നത് ആ സമൂഹത്തിലെ ക്രിയേറ്റീവ് മൈനോറിറ്റിയുടെ സാന്നിധ്യമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് രചനാത്മകമായ ഒരു ന്യൂനപക്ഷം അല്ലെങ്കിൽ ക്രിയേറ്റീവ് മൈനോറിറ്റി നേതൃത്വപരമായ പങ്ക് വഹിക്കുമ്പോഴാണ് ആ രാജ്യത്തെ ജനാധിപത്യം ഉദാത്തമാകുന്നത്. ഒപ്പം അവിടെ അതൊരു വികസിത രാജ്യമായി മാറുന്നത്, വികസനം എത്തിച്ചേരുന്നത്. ഞാനിത് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണം 17/10/2025 മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്തയാണ്. മാതൃഭൂമിയിൽ വന്ന വാർത്ത ഇതാണ്. ആ വാർത്തയിൽ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിരിക്കുകയാണ്: റഷ്യൻ എണ്ണ നിർത്തുമെന്ന് മോദി ഉറപ്പ് നൽകിയെന്ന് ട്രംപ്. ചെറിയ അക്ഷരത്തിൽ ഇല്ലെന്ന് ഇന്ത്യ. എണ്ണയൊഴിച്ച് ട്രംപ്, മോദിയെ പരിഹസിച്ച് പ്രതിപക്ഷം. ഇതാണ് വലിയ വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡൻറ്റ് ലോക രാജ്യങ്ങളിടയിലെ ഒരു പ്രാഞ്ചിയേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നോബൽ സമ്മാനം വാങ്ങിക്കുക എന്നുള്ളതാണ്. അതിനെ പരിഹാസ്യപാത്രമായാലും അദ്ദേഹത്തിന് അതിൻ്റെ ഗൗരവം അറിയുകയില്ല. നാക്കെടുത്ത കള്ളം മാത്രം പറയുന്നൊരു അമേരിക്കൻ പ്രസിഡൻറ്റ്. അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് മോദി അദ്ദേഹത്തിന് ഉറപ്പ് നൽകി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കില്ല എന്ന്. അതാണ് മാതൃഭൂമി പത്രത്തിൻ്റെ ഏറ്റവും ഫ്രണ്ട് പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതാണ്. ഇനി അന്നത്തെ പത്രത്തിൽ തന്നെ മറ്റൊരു വാർത്തയുണ്ട്. അത് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയാണ്. റഷ്യൻ എണ്ണ മോദിയെ കടന്നാക്രമിച്ച് കോൺഗ്രസ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മോദി സർക്കാരിൻ്റെ വിദേശ നയം സമ്പൂർണ്ണമായി തകർന്നു കഴിഞ്ഞു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇനി അതേ പത്രത്തിൽ തന്നെ വളരെ ചെറിയൊരു വാർത്ത, അതേ പേജിൽ തന്നെ വളരെ ചെറിയ ഒരു വാർത്ത മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്. 2047 വികസിത ഭാരതമെന്ന് പ്രധാനമന്ത്രി. കുർണൂലിലെ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ തറക്കല്ലിട്ടുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഭാരതത്തിലെ ജനങ്ങളുമായിട്ട് പങ്കുവെച്ച ഒരു സ്വപ്നമാണ് 2047 ഇന്ത്യ വികസിത ഭാരതമാകുന്നു. 2047 ഇന്ത്യ വികസിത ഭാരതമാകണമെങ്കിൽ അതിനുള്ള ആവശ്യമായ ക്രമീകരണങ്ങൾ നമ്മളിപ്പോൾ തന്നെ ആരംഭിക്കണം. അത് മോദി മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണ് അല്ല. അത് ഒരു സമൂഹം, നമ്മുടെ രാജ്യം, പ്രതിപക്ഷവും ഭരണപക്ഷവും ജനങ്ങളും എല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോഴാണ് 2047 ഇന്ത്യ വികസിത ഭാരതമാകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ രണ്ട് വാർത്തകളുടെ ഇടയിൽ പെട്ടെന്ന് എൻ്റെ ഓർമ്മ പോയത് മറ്റൊരു ലേഖനത്തിലേക്കാണ്. അത് 2025 ഒക്ടോബർ 15 പത്രത്തിലെ ഒരു ലേഖനമാണ്. ആ ലേഖനം എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങളുടെ ശബ്ദമുയരുന്നില്ല. ആ ലേഖനം എഴുതിയിരിക്കുന്നത് ശശി തരൂരാണ്. ശശി തരൂരിൻ്റെ ഈ ലേഖനത്തിൽ പറയുന്നത് അമേരിക്കയിലെ പ്രവാസ സമൂഹം, ഇന്ത്യൻ പ്രവാസ സമൂഹം സമ്പത്ത് കൊണ്ടും സ്വാധീനം കൊണ്ടും അമേരിക്കയിലെ ഏറ്റവും പ്രബലമായ ഒരു വിഭാഗമാണ്. അമേരിക്കയിലെ 500 കമ്പനികളുടെ സിഇഒമാർ ഭാരതത്തിൽ ജനിച്ച ആളുകളാണ്, അല്ലെങ്കിൽ ഭാരതവുമായി ബന്ധപ്പെട്ടാണ്, ഭാരതീയരാണ്. അതുപോലെ തന്നെ പത്രങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡിൽ ഇന്ത്യക്കാരുണ്ട്, പ്രവാസ ഭാരതീയരുണ്ട്, സർവകലാശാല പ്രൊഫസർമാരായി പ്രവാസ ഭാരതീയന്മാരുണ്ട്, അതുപോലെ തന്നെ വ്യവസായ പ്രമുഖരായിട്ട് ഉണ്ട്. അവിടെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ക്യാമ്പയിന് പണം മുടക്കുന്നവരിലും വലിയൊരു വിഭാഗം ഇന്ത്യക്കാരുണ്ട്. ഇവരൊക്കെ ട്രംപ്
ഇന്ത്യൻ സാധനങ്ങൾക്കുള്ള ഇറക്കുമതി ചുങ്കം വല്ലാതെ വർദ്ധിച്ചപ്പോൾ അവർ പാലിച്ച കുറ്റകരമായ നിശബ്ദതയ്ക്കെതിരെ വിരൽ ചൂണ്ടുകയാണ് ശശി തരൂർ ചെയ്യുന്നത്. അതേ ഒരു കാര്യം അനുസ്മരിക്കുന്നുണ്ട്. US കോൺഗ്രസ്സിലെ ഒരു പ്രതിനിധി സംഘവുമായിട്ട് അദ്ദേഹം സംസാരിച്ചപ്പോഴേ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതിനെതിരെ ഒരാൾ പോലും അവരെ ടെലിഫോൺ ചെയ്യുകയോ പരാതി പറയുകയോ ചെയ്തിട്ടില്ല. ഇത്രയും ശക്തമായൊരു പ്രവാസ സമൂഹം, ഇന്ത്യൻ പ്രവാസ സമൂഹമുള്ള അമേരിക്കയിലെ ഒരു സ്ഥിതിയാണ് ശശി തരൂർ പറയുന്നത്. അതേസമയം ഇസ്രായേലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടായാൽ വളരെ ശക്തമായ പ്രതികരണമാണ് അവിടുത്തെ ജൂത സമൂഹത്തിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വരുന്നത്. ഇതിനെതിരെയാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിലെ പ്രവാസ സമൂഹം, ഇന്ത്യൻ പ്രവാസ സമൂഹം ഉണരണം, ട്രംപ് നടത്തുന്ന ഇന്ത്യ വിരുദ്ധ നടപടികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കണം. അവർ സമ്പത്തുള്ളവരാണ്, സ്വാധീനമുള്ളവരാണ്. സ്വന്തം ജന്മനാടിന് വേണ്ടി അത്രയെങ്കിലുമൊക്കെ ചെയ്യാൻ ആ പ്രവാസ സമൂഹത്തിന് കഴിയണം എന്ന് വളരെ ശക്തമായ ഭാഷയിലാണ് ശശി തരൂർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ശശി തരൂർ ഒരു ഭാഗത്ത്, രാഹുൽ ഗാന്ധി മറുഭാഗത്ത്. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് മോദിയുടെ വിദേശ നയം പരിപൂർണമായി പരാജയമാണെന്നാണ്. ഇത് രണ്ടുപേരും കോൺഗ്രസ്സുകാരാണ്. ഒരാൾ 100% ഭാരതീയനാണ്, കോൺഗ്രസ്സുകാരനുമാണ്. മറ്റൊരാൾ അർദ്ധ ഭാരതീയനാണ്, കോൺഗ്രസിൻ്റെ നേതാവുമാണ്. പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ബ്ലോക്ക് ഓഫീസുകളിൽ നിന്നും ഒരു പുതിയ ഇനം തെങ്ങ് തൈ കൊണ്ടു തരുമായിരുന്നു. T*D എന്നാണ് അറിയപ്പെടുന്നത്. സങ്കരവർഗത്തിലുള്ള ഒരു തെങ്ങും തൈയാണ്. അന്ന് കേരളത്തിൽ പലയിടത്തും പ്രചരിച്ച ഒന്നാണ് ഈ T*D തെങ്ങ്. പക്ഷേ പെട്ടെന്നത് കിളിച്ച് വരുമെങ്കിലും, ആർത്ത് കിളിക്കുമെങ്കിലും അതിന് ആയുസ് കുറവാണ്. ഇത് പിടിച്ച് നിൽക്കുകയില്ല, ചെല്ലിയൊക്കെ കുത്തി ഈ തെങ്ങങ്ങ് പോകും. മനുഷ്യൻ്റെ കാര്യത്തിലും അതൊക്കെ തന്നെയാണ്. ഈ സങ്കരവർഗത്തിൽപ്പെട്ട ആളുകൾ ഏത് സമൂഹത്തിൽ വന്നാലും അവർക്ക് ഏതെങ്കിലും ഒരു വർഗത്തോടെ, ഏതെങ്കിലും വിഭാഗത്തോടെ കൂറു പുലർത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അതാണ് അർദ്ധഭാരതീയനായ രാഹുൽ ഗാന്ധിയും 100% ഭാരതീയനായ ശശി തരൂരും തമ്മിലുള്ള വ്യത്യാസം. രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യ വലിയ അപകടത്തിലേക്ക് പോയി, ഇന്ത്യയുടെ വിദേശ നയം പരിപൂർണമായി പരാജയപ്പെട്ടു. രാഹുൽ ഗാന്ധി ഇത് പറയുമ്പോൾ അന്താരാഷ്ട്ര ടെക് ഭീമനായ ഗൂഗിൾ 1.3 ലക്ഷം കോടി രൂപയുടെ മുതൽ മുടക്കി ഇന്ത്യയിലെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹബ്ബാക്കി മാറ്റാനുള്ള ഒരു ശ്രമം ഹബ്ബ് സ്ഥാപിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ഉറച്ച ഗവൺമെൻറ് ഉള്ളതുകൊണ്ടും ഇന്ത്യയിലെ അവരുടെ വ്യവസായ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഗൂഗിൾ ഇന്ത്യയിലേക്ക് വരാനും ഇത്രയും വലിയൊരു തുക മുതൽ മുടക്കാനും തയ്യാറായത്. രാഹുൽ പറയുന്നു ഇന്ത്യയുടെ വിദേശ നയം പരിപൂർണമായി പരാജയമാണെന്ന്. ഒരു കാര്യം മനസ്സിലാക്കണം, അമേരിക്ക ഇന്ത്യക്ക് മുകളിൽ താരിഫ് ചുമത്തിയപ്പോൾ, അധിക ചുങ്കം ചുമത്തിയപ്പോൾ നമുക്കുണ്ടായ കയറ്റുമതിയിലുള്ള നഷ്ടം വെറും 2% മാത്രമാണ്. വളരെ പെട്ടെന്ന് തന്നെ യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടൻ നമ്മളുമായിട്ട് കരാറിലേർപ്പെട്ടു. ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 0% നികുതി ചുമത്തിക്കൊണ്ട് അവിടേക്ക് ഇറക്കുമതി ചെയ്യാൻ ആവശ്യപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം നിരവധി കരാറുകളിൽ ഇവിടെ നമ്മൾ ഒപ്പുവയ്ക്കുകയുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു. അദ്ദേഹം സൗഹൃദ സംഭാഷണം നടത്തി. ബ്രിട്ടനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്കുള്ള കയറ്റുമതി വർദ്ധിക്കുകയും ചെയ്യുകയാണ്. അത് ബ്രിട്ടൻ മാത്രമല്ല, ജപ്പാൻ, ഓസ്ട്രേലിയ, കാനഡയുമായുള്ള നമ്മുടെ ബന്ധം വളരെയധികം മെച്ചപ്പെട്ടിരിക്കുന്നു. ജർമ്മനി, എത്ര ഇന്ത്യക്കാരൻ തന്നാലും അവരെ സ്വീകരിക്കാം എന്നുള്ള മട്ടിൽ ജർമ്മനി നിൽക്കുന്നു. ഇവിടെ ഇന്ത്യയുടെ വിദേശ നയം പരിപൂർണ പരാജയമാണെന്ന് ഏതർത്ഥത്തിലാണ് രാഹുൽ ഗാന്ധി പറയുന്നത്? ഇനിയും റഷ്യയുടെ കാര്യം എടുക്കാം. റഷ്യ വളരെ ശക്തമായൊരു നിലപാടാണ് സ്വീകരിച്ചത്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തപ്പോൾ അമേരിക്കയുടെ താരിഫ് ഇന്ത്യയുടെ മുകളിൽ വർദ്ധിപ്പിച്ചു. എത്ര താരിഫ് വർദ്ധിപ്പിച്ചു, അതനുസരിച്ച് എന്ത് നഷ്ടമാണോ ഇന്ത്യൻ കയറ്റുമതിക്കോ ഇന്ത്യക്കുണ്ടായത് എന്നുള്ളത് മുഴുവൻ ക്രൂഡ് ഓയിലിൻ്റെ വില കുറച്ച് കൊടുത്തുകൊണ്ട് പരിഹരിക്കാമെന്നാണ് റഷ്യ പറയുന്നത്. എത്ര വലിയൊരു ഓഫറാണെന്ന് ആലോചിക്കണം. അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ അവർ ചുങ്കം ചുമത്തിയപ്പോൾ നമുക്കെത്ര നഷ്ടമുണ്ടായോ ആ നഷ്ടത്തിന് ആനുപാതികമായി റഷ്യ നമുക്ക് നൽകുന്ന ക്രൂഡ് ഓയിലിൻ്റെ വില കുറയ്ക്കാം എന്നാണ് റഷ്യ പറയുന്നത്.
നമ്മുടെ വിദേശ നയത്തിൻ്റെ പരാജയമാണോ? പുടിനും അതുപോലെ തന്നെ മോദിയുമായുള്ള ഉറച്ച സൗഹൃദം കൊണ്ടല്ലേ അത് സാധിച്ചെടുത്തത്? ഇനിയും അടുത്ത സമയത്തുണ്ടായ ഒരു ഡെവലപ്മെൻറ്റ് പറയാൻ പറ്റും. അഫ്ഗാനിസ്ഥാൻ്റെ ഒരു പ്രതിനിധി സംഘം ഇന്ത്യയിലെത്തിയിരുന്നു. അവർ വന്നപ്പോഴേ അഫ്ഗാനിസ്ഥാൻ താലിബാനാണ് ഇപ്പോൾ ഭരിക്കുന്നത്. താലിബാൻ്റെ പിന്തിരിപ്പൻ സ്വഭാവം നമുക്കറിയാം. പക്ഷേ അഫ്ഗാനിലെ ഭരണം താലിബാൻ നടത്തുമ്പോൾ അതിലിടപെടാൻ നമുക്ക് അവകാശമില്ല. താലിബാൻ്റെ മന്ത്രിമാരിവിടെ വന്നപ്പോൾ അഫ്ഗാൻ സ്റ്റൈലിൽ അല്ലെങ്കിൽ താലിബാൻ സ്റ്റൈലിൽ പത്രസമ്മേളനത്തിൽ സ്ത്രീകളെ വിളിക്കുന്ന കാര്യത്തിൽ അവർ വിമുഖത കാണിച്ചു. അതവരുടെ എംബസിയിൽ നടന്ന പത്രസമ്മേളനമാണ്. ആ എംബസിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ആര് പങ്കെടുക്കണമെന്ന് തീരുമാനിക്കുന്ന ബന്ധപ്പെട്ട രാജ്യമാണ്. എംബസി അവരുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. അവിടെ ഇന്ത്യ ഗവൺമെൻറ് ഒരു കാര്യവുമില്ല. അവർ നടത്തിയ പത്രസമ്മേളനത്തിൽ സ്ത്രീകൾ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് അവരുടെ നിലപാട് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ബഹളമാണ് ഉണ്ടാക്കിയത്. അത് വെച്ച് ഒരു ബഹളമുണ്ടാക്കി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം തകർക്കാനൊരു ശ്രമം നമ്മുടെ തലസ്ഥാനത്ത് നടന്നു. അത് ചില പത്രക്കാർ, ചില സാംസ്കാരിക നായകർ, ചില രാഷ്ട്രീയക്കാർ, കോൺഗ്രസ്സാണ് അതിന് മുന്നേ നിന്നത്, അവരാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്തായാലും ശരി, ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതനുസരിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു നയതന്ത്ര പ്രതിനിധി എന്നുള്ളതിൽ അവരുടെ പ്രമുഖരായ ഒരു വ്യക്താവാണ് അമീർ ഖാൻ മുക്താദി. ഈ അമീർ ഖാൻ മുക്താദിയുമായി ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾ 2 വർഷത്തിന് മുമ്പ് തന്നെ ദുബായിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി, നിരവധി സംഭാഷണങ്ങൾ നടത്തി. അതിനുശേഷമാണ് താലിബാനും ഇന്ത്യയുമായുള്ള ബന്ധം ഏതാണ്ട് ഒരു ധാരണയിലെത്തിയതും അഫ്ഗാനിസ്ഥാൻ്റെ എംബസി ഇന്ത്യയിൽ തുടങ്ങാൻ തീരുമാനിച്ചതും ഇന്ത്യൻ എംബസി അഫ്ഗാനിസ്ഥാനിൽ സജീവമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചതൊക്കെ അതിന് ശേഷമാണ്. അഫ്ഗാനിസ്ഥാൻ ധാതുക്കൾ കൊണ്ട് സമ്പന്നമാണ്. അഫ്ഗാനിസ്ഥാൻ്റെ ഒരു പ്രത്യേകത, ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സ്ട്രാറ്റജിക്കായിട്ടുള്ള തന്ത്രപ്രധാനപ്പെട്ട സ്ഥാനത്തേക്കുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനും നമ്മളുമായി അടുത്ത ബന്ധം പുലർത്തിയോടുകൂടി നമുക്ക് അഫ്ഗാനിസ്ഥാനിലൂടെ തന്നെ ചബാഹർ തുറമുഖത്തേക്ക് റോഡ് മാർഗം പോകാനുള്ള സൗകര്യങ്ങളൊരു കണക്ടിവിറ്റി വരികയാണ്. ഇറാനിലെ ചബാഹറിലാണ് നമ്മുടെ തുറമുഖം. അവിടേക്കുള്ള റോഡ് മാർഗമുള്ളൊരു പാത കൃത്യമായി അഫ്ഗാൻ താലിബാൻ ഗവൺമെൻറ് നമുക്ക് നൽകുകയാണ്. ഇതിലെല്ലാം ഉപരിയായിട്ട് അഫ്ഗാനിലെ താലിബാൻ ഗവൺമെൻറ് പാകിസ്ഥാനെതിരാണ്. ഇപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനും ഒക്കെ ആയിട്ടൊരു യുദ്ധസമാനമായ അന്തരീക്ഷമാണ്. പാകിസ്ഥാൻ അഫ്ഗാൻ ആക്രമിക്കാൻ ശ്രമിച്ചു, അഫ്ഗാനിസ്ഥാൻ തിരിച്ചാക്രമിച്ചു. പാകിസ്ഥാൻ പട്ടാളക്കാർ ഉടുതുണി ഉപേക്ഷിച്ചിട്ട് പോയതിൻ്റെ വാർത്തകളൊക്കെ നമ്മുടെ പത്രത്തിൽ കണ്ടതാണ്. ഇതിലെല്ലാം ഉപരിയായിട്ട് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന രാജ്യമാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ശത്രുക്കളുമാണ്. ശത്രുവിൻ്റെ ശത്രു മിത്രമാണ്. അതാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ സ്വീകരിച്ച ഒരു സമീപനം. അടുത്ത സമയത്ത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ട് യുദ്ധസമാനമായ ചില അക്രമമുണ്ടായി. ഈ ആക്രമണത്തിൽ പാകിസ്ഥാൻ്റെ പട്ടാളക്കാർ ഉടുതുണി ഉപേക്ഷിച്ച് പോയതിൻ്റെ ചിത്രമൊക്കെ താലിബാൻ സൈന്യം പത്രസമ്മേളനങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ അഫ്ഗാനിസ്ഥാനുമായുള്ള നമ്മുടെ ബന്ധം മെച്ചപ്പെടുത്താൻ നമ്മൾ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ വിദേശ നയം ഇത്രമാത്രം ഗംഭീരമായി പോയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അമേരിക്കയുമായി തുറന്ന ഒരു വ്യാപാര യുദ്ധത്തിൽ ഇന്ത്യ ഏർപ്പെട്ടപ്പോൾ യൂറോപ്യൻ യൂണിയനെ അതിൽ പങ്കാളിയാക്കാൻ അമേരിക്ക ശ്രമിച്ചു, പരാജയപ്പെട്ടു. ജപ്പാനെ പങ്കാളിയാക്കാൻ അമേരിക്ക ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയോടൊപ്പം നിർത്താൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഇതൊക്കെ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ വിജയമല്ലെങ്കിൽ പിന്നെ എന്താണ് രാഹുൽജി ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പരാജയം? എവിടെയാണ് പരാജയമുണ്ടായത്? അത് പറയാൻ താങ്കൾ ബാധ്യസ്ഥനല്ലേ? ഒരു കാര്യം കണ്ണുമടച്ച് പറയാൻ പറ്റും. ഇത്തരം ഒരു പ്രതിപക്ഷ നേതാവ് നമ്മുടെ ജനാധിപത്യത്തിന് ശാപമാണ്. ശശി തരൂർ ഇന്ത്യൻ രാഷ്ട്രീയത്തെ എങ്ങനെ സമീപിക്കുന്നു, രാഹുൽ ഗാന്ധി എങ്ങനെ സമീപിക്കുന്നു എന്ന് പരിശോധിച്ചാൽ മാത്രം മതി. ശശി തരൂർ ഉറച്ച കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ഒരു ഉറച്ച മോദി വിരുദ്ധൻ മാത്രമെന്ന്. അദ്ദേഹത്തിനെ മോദിയെ പരാജയപ്പെടുത്തുക ഒരു വാശിയോടെ കൊണ്ട് നടക്കുന്ന ആളാണ്. അതിന് പറ്റുന്ന ഈനാമ്പച്ചിക്ക് മരപ്പെട്ടി കൂട്ട് എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരനെയും കിട്ടിയിട്ടുണ്ട്, ജയറാം രമേശ്. വിവരക്കേട് പറയുന്നതിന് നോബൽ സമ്മാനം ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ അത് കിട്ടേണ്ട ഒരു മനുഷ്യനാണ് ഈ ജയറാം രമേശ്. അദ്ദേഹത്തിനെ കൂട്ടുപിടിച്ച് വായി വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് വായി വരുന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന രാജ്യസ്നേഹമില്ലാത്ത ഇന്ത്യ വിരുദ്ധനായ ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെ ഇന്ത്യക്ക് ഒരു 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 സമ്പത്തായിട്ട് വരും? ഇന്ത്യക്കൊരു ബാധ്യതയാണ്, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ബാധ്യതയാണ് ഈ രാഹുൽ ഗാന്ധി. ഒപ്പം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ കയ്യിൽ നിന്ന് പണം പറ്റി
ഇന്ത്യൻ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന മാധ്യമങ്ങളെക്കുറിച്ച് ഇന്ത്യൻ പൊതുസമൂഹം കരുതിയിരിക്കണം. അത് ദേശീയ ദിനപത്രമായാലും ശരി, പ്രാദേശിക ദിനപത്രമായാലും ശരി, പാരമ്പര്യം എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, ഇപ്പോഴവരെന്ത് പറയുന്നു എന്നുള്ളതാണ് അതിനുള്ള പ്രാധാന്യം. ഇപ്പോൾ അത് നടത്തുന്നതാരാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ വാണിജ്യ താല്പര്യങ്ങൾ എന്താണ്, വ്യവസായ താല്പര്യം എന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇന്ത്യക്ക് എതിരെ ഇവിടെ പ്രവർത്തനം നടത്തുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൽ നിന്ന് പണം വാങ്ങിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരെ പ്രവർത്തനം നടത്തുന്ന ഇന്ത്യ ഗവൺമെൻറ്, അത് ഏത് ഗവൺമെൻറ് ഭരിക്കട്ടെ, അത് കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, ഏത് പാർട്ടിയുമായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിനെ, ഇന്ത്യയുടെ സർക്കാരിനെ, പ്രത്യേകിച്ച് അതിസങ്കീർണമായ ഒരു ലോക രാഷ്ട്രീയ സാഹചര്യത്തിൽ ജിയോ പൊളിറ്റിക്സ് വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ പണം വാങ്ങിച്ചിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന പത്രമാധ്യമങ്ങളെ കൃത്യമായി നമ്മുടെ സിവിൽ സമൂഹം കരുതിയിരിക്കണം. അവരിടയ്ക്കിടയ്ക്ക് പരസ്യം കൊടുക്കും, ഞങ്ങൾ സത്യമാണ് പറയുന്നതെന്ന്. സത്യമാണെന്ന് പറയാൻ പത്രങ്ങൾ പരസ്യം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ നിലയിൽ അധപ്പതിച്ച പത്രങ്ങളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഈ പത്രങ്ങൾ വായിക്കുന്ന വായനക്കാരാണ് കരുതിയിരിക്കേണ്ടത്. ഈ പത്രങ്ങൾ വമിപ്പിക്കുന്ന ഇന്ത്യ വിരുദ്ധ വിഷം അത് മനസ്സിലാക്കാൻ സിവിൽ സമൂഹത്തിന് കഴിയുകയും അവരതിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യം സുരക്ഷിതമായ പാതയിലൂടെ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.